ഒരുപക്ഷെ ആളെണ്ണത്തിൽ കുറഞ്ഞു പോയാലും കണ്ണൂരിലെ ചേകവന്മാരുടെ അങ്കക്കലി ഒരിറ്റു പോലും കുറഞ്ഞു പോയില്ല എന്ന് ഇന്നത്തെ മത്സരത്തിൽ അവർ തെളിയിച്ചിരിക്കുകയാണ്. ആദ്യ പകുതിയുടെ അവസാനം സച്ചിൻ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോയതിനെ തുടർന്ന് 10 പേരായി ചുരുങ്ങിയിട്ട് പോലും സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനൽ മത്സരത്തിൽ തൃശൂർ മാജിക് FC അവസാന നിമിഷം വരെ ഒരു ഗോളിന്റെ ലീഡിൽ പിടിച്ചു നിർത്തി വിജയം കവർന്നെടുക്കാൻ കണ്ണൂരിന്റെ ചേകവന്മാർക്ക് കഴിഞ്ഞു. ആദ്യ പകുതിയിൽ തന്നെ ഒരു പെനാൽറ്റി സ്പോട്ട് കിക്കിലൂടെ അസേർ ഗോമസ് സമ്മർദ്ദങ്ങളെ മുഴുവൻ അതിജീവിച്ച് തൻ്റെ ബൂട്ടിൽ നിന്നും ചലിച്ച ആ പന്തിനെ ഗോൾ വലയിൽ ചുംബിപ്പിച്ചുകൊണ്ട് കണ്ണൂർ വാരിയേഴ്സ് ഇത്തവണത്തെ സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനലിൽ നിർണായകമായിട്ടുള്ള ലീഡ് എടുക്കുകയായിരുന്നു. പിന്നീട് ആ ലീഡിന് ഒപ്പം പിടിക്കാനും മറികടക്കാനും ഒക്കെ വളരെ നിതാന്തമായിട്ടുള്ള ശ്രമങ്ങൾ തൃശൂർ മാജിക് FC ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ പോലും പ്രതിരോധം കോട്ട പോലെ ഉറച്ചു കെട്ടി നിന്ന് തൃശൂർ മാജിക് FC പൂരം കണക്കെ വരുന്ന വർഷിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങളെയെല്ലാം കണ്ണൂരിൻ്റെ ചേകവന്മാർ തങ്ങളുടെ പടവാള് കൊണ്ട് വെട്ടി നിർജീവമാക്കി കളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഫലം അവർക്ക് ലഭിച്ചു. മത്സരം അവസാനത്തിലേക്ക് പോകുന്ന സമയത്ത് മേജർ ആംബുലൻസിലൂടെ ഒരു തവണ കണ്ണൂരിൻ്റെ ഗോൾ വല ചലിപ്പിക്കാൻ തൃശ്ശൂർ മാജിക് FC കഴിഞ്ഞെങ്കിൽ പോലും റഫറിയുടെ വിസിൽ അത് ഓഫ് സൈഡ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാമത്തെ എഡിഷനിൽ കണ്ണൂർ വാരിയേഴ്സ് FC ചാമ്പ്യന്മാരായിരിക്കുകയാണ്. കണ്ണൂരിലെ ചുവപ്പിൻ്റെ ചേകവന്മാരുടെ കരുത്ത് സൂപ്പർ ലീഗ് കേരളയുടെ കപ്പിൻ്റെ നിറുകുന്തലയിൽ മുത്തമിട്ട് കഴിഞ്ഞു. പുതിയ അവകാശികൾ സൂപ്പർ ലീഗ് കേരളയ്ക്ക് വന്നു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന സീസണിൽ പ്രതികാരത്തിന് വേണ്ടി മറ്റു ടീമുകൾ ഒരുമിക്കും. തങ്ങളുടെ കപ്പ് നിലനിർത്താൻ വേണ്ടി കണ്ണൂർ വാരിയേഴ്സ് പരിശ്രമിക്കും. ഏതായാലും വളരെ മനോഹരമായിട്ട് തന്നെ സൂപ്പർ ലീഗ് കേരളയ്ക്ക് പര്യവസാനം സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോൾ കടുത്ത പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ എങ്ങനെ മനോഹരമായിട്ടൊരു ലീഗ് സംഘടിപ്പിക്കാമെന്ന് സൂപ്പർ ലീഗ് കേരളയുടെ അധികൃതർ സംഘാടകർ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. കണ്ടു പഠിക്കണം ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെയും തലതൊട്ടപ്പന്മാർ എങ്ങനെയാണ് ഒരു ഇവൻ്റ് നടത്തുന്നതെന്ന് സൂപ്പർ ലീഗ് കേരളയിൽ നിന്നും.